ഹായ് ഗൈസ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്ററൊക്കെ ഗോ ത്രൂ ചെയ്തു അല്ലേ. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. അതാണ് അറേ ഡീസ്ട്രക്ചറിങ്. സോ അറേ ഡീസ്ട്രക്ചറിങ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കാം. സോ അറേയിൽ പെർട്ടിക്കുലർ ഐറ്റംസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് യൂസ് കേസ് ആസ് യൂഷ്വൽ നമ്മൾ പതിവ് പോലെ ചെയ്യണ പോലെ യൂസ് കേസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. സോ നമ്മുടെ കയ്യിൽ ഒരു അറേ ഉണ്ട്, നെയിംസ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, സോ അതിൽ ഞാൻ ഫസ്റ്റ് നെയിം ഇതിൻ്റെ ലാസ്റ്റ് നെയിം ഇതിൻ്റെ ഒരു ഏജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു അറേ ഉണ്ട്. സോ നെയിം ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. സോ നെയിം ഡാറ്റയിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ക്ലിയർലി നമുക്കറിയാം ഫസ്റ്റ് നെയിമാണ് ലാസ്റ്റ് നെയിമാണെന്നറിയാം നമുക്ക്. ബട്ട് ഈ കോഡ് എല്ലായിടത്തും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നെയിം ഡാറ്റ ഓഫ് 0 അല്ലെങ്കിൽ നെയിം ഡാറ്റ ഓഫ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സ് അറേയുടെ ഇൻഡെക്സ് ഒക്കെ ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ കൊടുക്കാൻ പറ്റും. സോ നെയിം ഡാറ്റ ഓഫ് 0 അല്ലെങ്കിൽ നെയിം ഡാറ്റ 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഡെക്സ് ആക്സസ് എഴുതിക്കൊണ്ട് നമുക്ക് എന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇൻഡെക്സ് ഒക്കെ വെച്ച് ആക്സസ് ചെയ്യുമ്പോൾ. സോ അതിന് പകരം നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ യൂഷ്വലി എന്ന് വെച്ചാൽ നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, കോൺസ്റ്റ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു അങ്ങനെ ഇതുപോലെ ഇവിടെ എഴുതും, കോൺസ്റ്റ് ലാസ്റ്റ് നെയിം എന്നും പറഞ്ഞ് എഴുതും നമ്മൾ. ഓക്കെ, ലാസ്റ്റ് നെയിം എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ബേസിക്കലി നമുക്ക് വാല്യൂ ഇട്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വർക്ക് ചെയ്യില്ലെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഇതിലും ഷോർട്ട് കട്ടായ ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് ഡീസ്ട്രക്ചറിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി ഡീസ്ട്രക്ചറിങ് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ കോൺസ്റ്റ് ഒരു അറേ എടുത്തിട്ട് അറേയുടെ ഉള്ളിൽ നമ്മൾ മെൻഷൻ ചെയ്യും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു അറേയുടെ പേര് നെയിം ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് console.log ഓഫ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ലാസ്റ്റ് നെയിം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടി, ഫസ്റ്റ് നെയിമും കിട്ടി ലാസ്റ്റ് നെയിമും കിട്ടി. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ എന്താ പറയുക, അറേയുടെ ഫസ്റ്റ് എലമെൻറ്റ് എടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് നെയിമിലേക്ക് അസൈൻ ചെയ്യുന്നു ആ വേരിയബിളിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കും. ഞാൻ പേര് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് കൊടുത്തു മാത്രമേ ഉള്ളൂ. ഈ പേര് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ ഈ അറേയിലെ ഫസ്റ്റത്തെ ഐറ്റം എടുത്തിട്ട് ഫസ്റ്റ് ഇവിടെ ഈ വേരിയബിൾ ഫസ്റ്റ് നെയിമിലേക്ക് അസൈൻ ചെയ്യുന്നു. അറേയുടെ സെക്കൻഡ് ഐറ്റം എടുത്തിട്ട് ഈ ലാസ്റ്റ് നെയിമിലേക്ക് ഇവിടെ അസൈൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ കൺസോൾ ലോഗിൽ നമുക്ക് ഈ പേര് കിട്ടിയത്. വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പേര് കിട്ടിയത്. ഓക്കെ, ഇനി ബേസിക്കലി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, നിങ്ങളുടെ അറേ കുറച്ച് വലുതാണെന്ന് വിചാരിക്കുക ഡാറ്റ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ മിസ്റ്റർ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് മിസ്റ്റർ പിന്നെ വിരാട് പിന്നെ കോഹ്ലി പിന്നെ 36 അങ്ങനെ കുറച്ച് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇതിൽ നിങ്ങൾക്ക് ഈ വിരാട്ടും കോഹ്ലിയും ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഡീസ്ട്രക്ചറിങ് ലെഫ്റ്റ് ടു റൈറ്റ് ആണല്ലോ നമ്മൾ പറഞ്ഞിരുന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ടൈറ്റിലും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതാം. ടൈറ്റിലും കൂടി എടുത്തിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ ടൈറ്റിലും കൂടി പ്രിൻ്റ് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ TLE ടൈറ്റിലും കൂടി ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മിസ്റ്റർ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ് വരും, നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ടൈറ്റിലും കൂടി ആഡ് ചെയ്തു. ഇൻ കേസ് നിങ്ങൾക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം മതി എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ടൈറ്റിൽ സ്കിപ്പ് ചെയ്യണം. സോ ടൈറ്റിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് റിമൂവ് ചെയ്താൽ മതി. സോ കോമ ഉണ്ടാവും. സോ ഫസ്റ്റത്തെ എലമെൻറ്റിൽ ഒന്നും ഉണ്ടാവില്ല, കോമ പിന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താലും ബേസിക്കലി അത് വർക്കാവുകയും ചെയ്യും. ഇങ്ങനെ കൊടുത്താൽ ഇത് വർക്കാവും. സോ നിങ്ങൾ നോട്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് കോമ മീൻസ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെൻറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കോമ ഇട്ടത്. ഈ ഫസ്റ്റ് എലമെൻറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് കോമ യൂസ് ചെയ്തത്. ഓക്കെ, സോ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ കൂടി ഉണ്ട്. ഞാൻ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാം. ഏജ് കഴിഞ്ഞിട്ട് ഞാൻ ക്രിക്കറ്റ് എന്നും കൂടി ഇടാം. ഓക്കെ, സോ നമുക്കിപ്പോൾ മനസ്സിലായി ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കിട്ടിയെന്ന് വിചാരിക്കുക. എനിക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കിട്ടിയിട്ട് ബാക്കിയുള്ള ഡാറ്റാസൊക്കെ എനിക്ക് പിന്നെയും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് റെസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ഇട്ടിട്ട് ഇട്ടിട്ട് 3 dots അതർ ഇൻഫോ എന്ന് പറഞ്ഞ് ഈ പേര് ഇഷ്ടമുള്ള കൊടുക്കും. ഞാൻ അതർ ഇൻഫോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കൺസോൾ ലോഗിൽ നെക്സ്റ്റ് കൺസോൾ ലോഗിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത കൺസോൾ ലോഗ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അതർ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കൺസോൾ ലോഗിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കിട്ടി. അതർ ഇൻഫോ ബേസിക്കലി ഒരു അറേയാണ്. അറേയുടെ ഉള്ളിൽ ബാക്കിയുള്ള ഡാറ്റാസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ
കുറേ വാല്യൂസ് അധികം ലൈക്ക് ഈ ബാക്കിയുള്ള വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ ഉള്ളിൽ അറേയുടെ രൂപത്തിലാണ് കിട്ടുന്നത്. സോ അതർ ഇൻഫോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ റെസ്റ്റ് ഓപ്പറേറ്ററിന് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ അത് ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡീസ്ട്രക്ചറിങ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ് അസൈൻമെൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഡീസ്ട്രക്ചറിങ്ങിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ലൈക്ക് കോൺസ്റ്റ് ഇവിടെ ഞാൻ എ കോമ ബി എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അറേയുടെ ഉള്ളിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് വെച്ചാൽ എയിലേക്ക് അസൈൻ ചെയ്യും, പിന്നെ സെക്കൻഡ് എലമെൻറ്റ് എടുത്ത് ബിയിലേക്ക് അസൈൻ ചെയ്യും. സോ അങ്ങനെയാണ് ഡീസ്ട്രക്ചറിങ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാല്യൂസ് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോമൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ റെസ്റ്റ് ഉപയോഗിച്ച് റെസ്റ്റ് ഓപ്പറേറ്റർ ലൈക്ക് ഈ 3 ഡോട്ട്സ് ഇത് അതർ ഇൻഫോ ഇത് റെസ്റ്റ് ഓപ്പറേറ്ററാണ് ബേസിക്കലി. സോ ഇത് ഉപയോഗിച്ച് റിമൈനിങ് വാല്യൂസൊക്കെ പുതിയൊരു അറേയിൽസിക്ക് അത് കളക്ട് ചെയ്യുകയാണെങ്കിലും. സോ ഗൈസ്, ഡീസ്ട്രക്ചറിങ് ഒരു നീറ്റ് ഫീച്ചറാണ്. കോഡ് ക്ലീൻ ആക്കും, ഇൻഡെക്സ് ആക്സസ് റിപ്പീറ്റേറ്റീവ് ടൈപ്പിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് സ്പീഡാക്കും ഒരു പരിധി വരെ. ലൈക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡാക്കും. സോ ഡീസ്ട്രക്ചറിങ് നിങ്ങൾ മനസ്സിലാക്കിക്കുക. എന്തായാലും നിങ്ങളുടെ കോഡൊക്കെ ഗോത്ര ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്യും എന്തായാലും പ്രൊജക്ട്സിൽ. സോ ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.